നമ്മുടെ അതിർത്തിയിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ഭീകരരെ നേരിടുന്ന സൈനികരെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് കീഴെ വന്ന് തെരഞ്ഞെടുപ്പ് എടുക്കാറായി എന്നൊക്കെ കമന്റ് ഇടുന്ന ഇന്ന് നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിന്റെ 16ാമത്തെ വാർഷികമാണ്. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യുന്നു തന്നെ വിചാരിച്ചിരുന്നതാണ്. എഡിറ്റ് ചെയ്ത് എപ്പോൾ ഇടാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ സൈനികരുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കെട്ട കാലഘട്ടങ്ങളിലാണ്. നമ്മുടെ അതിർത്തികളിൽ സൈനികരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവൻ റിസ്കിൽ വെച്ചിട്ട് അവരുടെ ജീവൻ നൽകി തീവ്രവാദികളോടൊക്കെ പോരാടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരാനെത്തി ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇലക്ഷൻ എത്താറായി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന സമയത്ത് നമ്മളിപ്പോഴും ഭീകരാക്രമണത്തെ പറ്റിയോ മുംബൈയിൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ സൈനികരെ ഓർത്തു പറയേണ്ടതും കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഭീകരാക്രമണം നടത്തുന്ന സമയമൊക്കെ. അന്ന് ടി വിയിൽ എല്ലാവരും നോക്കിയിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എത്രത്തോളം മനുഷ്യരാണ് ഈ ഭീതിയോടെ ഇരുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വായിക്കും. 2008 നവംബർ 26 ഭാരതം ഒരുപോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന കറുത്ത താളുകളാൽ നിൽക്കുന്ന മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷം പിന്നിടുന്നു. മുംബൈയിലെ പ്രൗഢഗംഭീരമായ താജ് ഹോട്ടലിന്റെ മുകളിലത്തെ നിലകളിൽ നിന്നും തീജ്വാലകളും വെടിയൊച്ചകളും കൂട്ടക്കൊല നടന്ന ഛത്രപതി ശിവാജി ടെർമിനലിന്റെ ചിത്രങ്ങളൊന്നും രാജ്യത്തെ ഒരാളുടെയും മനസ്സിൽ നിന്നും അത്ര വേഗം മാഞ്ഞു പോകുന്നതാണ്. ആയുധധാരികളായ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരർ 3 ദിവസത്തോളമാണ് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയത്. ആക്രമണത്തിൽ 22 വിദേശികളടക്കം 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 47 തോക്കുകളും ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളുമായി കടൽ മാർഗം മുംബൈയിലെത്തിയ പാക് ഭീകരർ അവരുടെ മുന്നിൽ പെട്ടവരെയെല്ലാം നേരെ വെടിവെക്കുകയായിരുന്നു. മുംബൈയിലെ നരിമൻ ഹൗസ്, ലിയോപോൾഡ് കഫേ, ഹോട്ടൽ താജ്മഹൽ അതുപോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഛത്രപതി ശിവജി ടെർമിനലിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയാണ് സംഘം ഭീകരാക്രമണം നടത്തിയത്. ഛത്രപതി ശിവജി ടെർമിനൽ സ്റ്റേഷനിൽ അജ്മൽ കസബും ഇസ്മയിൽ ഖാനും നടത്തിയ കൂട്ടുപുരിയിൽ 58 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവിടുത്തെ ഭീകരാക്രമണത്തിന് പിന്നാലെ നരിമൻ ഹൗസിലും ഭീകരാക്രമണം റിപ്പോർട്ട്. ജൂതമത വിശ്വാസികൾ വസിക്കുന്ന ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് മുന്നേ ഗ്യാസ് സ്റ്റേഷൻ ഭീകരർ തകർത്തു. പിന്നീട് നടത്തിയ ആക്രമണത്തിൽ ജൂത പുരോഹിതനും ഭാര്യയും ഇസ്രായേലി ബന്ധുക്കളും അടക്കം 7 പേരെയാണ് കൊല്ലപ്പെട്ടത്. ലിയോപോൾഡ് കഫേയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നേരെ വെടിയുതിർത്താണ് ഭീകരർ താജ് ഹോട്ടലിൽ എത്തിയത്. ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ 31 പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 3 ദിവസം നീണ്ടുനിന്ന ഭീകരാക്രമണത്തിൽ പിന്നീട് സൈന്യവും പോലീസും ചെറുത്തു തോൽപ്പിച്ചു. ഇതിനിടയിൽ നിരവധി പോലീസുകാരും നിരവധി സൈനികരും മരിച്ചത്. നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ കമാൻഡോ ആയിട്ടുള്ള മനീഷ്. ഇപ്പോൾ ഒരു ഭീകരാക്രമണം നടക്കുന്നതിന്റെ ഇടയിലേക്കാണ് മലയാളിയായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ NSTയുടെ മേജറാണ്. നമ്മുടെ മനീഷിനെ പോലുള്ള കമാൻഡോസും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടു. അതായത് സ്വന്തം ജീവൻ റിസ്കിൽപ്പെട്ടിട്ടും നമ്മുടെ നാട് സംരക്ഷിക്കാൻ വേണ്ടി, ഈ രാജ്യത്ത് ബാക്കിയുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മരണത്തിലേക്ക് നടന്നു നീങ്ങിയ ആൾക്കാർ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ജീവിക്കുന്ന കമാൻഡോ മനീഷിനെ പോലുള്ള ആൾക്കാർ, ഇപ്പോഴും തലയിലും ഒക്കെ ഷെല്ലുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നടക്കാൻ പോലും വയ്യാത്ത ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ സ്വന്തം ജീവൻ നൽകിയത്, അല്ലെങ്കിൽ കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു എന്നെ നിങ്ങളെ പോലെ. അവർ സ്വന്തം ജീവൻ നൽകിയിട്ടാണ് ഈ രാജ്യം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. കമാൻഡോ മനുഷ്യനെ പോലുള്ള ആൾക്കാർ അവരുടെ ആരോഗ്യം നൽകിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ മലയാളികളും ഓരോ ഇന്ത്യക്കാരും എന്നും ഓർത്തിരിക്കേണ്ട ദിവസമാണ് നവംബർ 26 ആ ഭീകരാക്രമണം. നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ടവരാണ് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ സൈനികരെയും പോലീസുകാരെയും. നമ്മുടെ അതിർത്തിയിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ഭീകരരെ നേരിടുന്ന സൈനികരെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് കീഴെ വന്ന് തെരഞ്ഞെടുപ്പ് എടുക്കാറായി എന്നൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന ഈ സൊസൈറ്റിയിൽ, ഈ കാലഘട്ടങ്ങളിൽ വീണ്ടും 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 സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള അല്ലെങ്കിൽ കമാൻഡോ മനീഷിനെ പോലുള്ള മനുഷ്യരെ ഓർമ്മിപ്പിക്കേണ്ടതും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ റിയൽ ഹീറോസിനെ സല്യൂട്ട് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് ഇന്നത്തെ ദിവസം മറക്കാനോ പിന്നിടാനോ കഴിയില്ല. അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.